കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ശ്രീ കെ മുരളീധരൻ ലീഡറുടെ മകനാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KPCC പ്രസിഡന്റുമാരിൽ ഒരാളാണ്. ചെറിയ പ്രായം മുതൽ ഒരുപാട് കാലത്തെ രാഷ്ട്രീയ അനുഭവമുള്ള വ്യക്തിയാണ്. ശ്രീ കെ മുരളീധരന് സ്വാഗതം. നമസ്കാരം. ദൈവം എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങളുടെ ഈ ചോദ്യം വന്നപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ലീഡറും ഗുരുവായൂരപ്പനും ഒക്കെ. അങ്ങയുടെ ഒരു ദൈവവിശ്വാസം? അല്ല, ഞങ്ങളും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ദൈവങ്ങളിലും വിശ്വാസം ഉണ്ടെങ്കിലും കൂടുതൽ ഒരു എന്താ പറയുക ഒരു ബന്ധം ഗുരുവായൂരപ്പനുമായിട്ടാണ്. അത് ഞാൻ കുട്ടിക്കാലത്ത് തൊട്ടേ കാണുന്നതാണ്. പക്ഷെ ഏറ്റവും രസകരമായൊരു കാര്യം, പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ അങ്ങനെ ആദ്യം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അത്ര വലിയ ഈശ്വര വിശ്വാസിയൊന്നും ആയിരുന്നില്ല. മാത്രമല്ല വിവാഹം ഗുരുവായൂർ വെച്ച് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യമൊക്കെ എതിർപ്പ് പറഞ്ഞ ആളാണ്. വിവാഹ ശേഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയതും തൊഴുതും. പക്ഷേ ആ ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിന് ബന്ധം ദൈവമായിട്ടുണ്ടായി. അതിനുശേഷം പിന്നെ മരണം വരെ കറകളഞ്ഞ ദൈവഭക്തനും എല്ലാ മാസം 1-ാം തീയതി എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും ഗുരുവായൂർ സന്നിധാനത്തിൽ എത്തുകയും ചെയ്തിരുന്ന ഒരു ഭക്തനായിട്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുള്ള ഈ ദൈവവിശ്വാസം നമ്മൾ സംഭാഷണത്തിലൂടെ പറയും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ സാക്ഷി. അതേപോലെ ദൈവം കൈപിടിച്ച് നടത്തിയെന്ന് അങ്ങേക്ക് തോന്നി? അങ്ങയുടെ സംഭവബഹുലമായ ജീവിതമാണ്, ഒരുപാട് കയറ്റങ്ങളും ഒരുപാട് വെല്ലുവിളികളും നേരിടുന്ന. അങ്ങനെ ദൈവം കൈപിടിച്ച് നടത്തിയെന്ന് തോന്നി ഏതെങ്കിലും? അല്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും വരെ എത്തിയത്. ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥിയായിരുന്ന കാലത്തൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അങ്ങനെ പരസ്യമായിട്ട് നടത്തിയിരുന്നില്ല. കോളേജിലൊക്കെ വന്നപ്പോഴാണ് 78-ന് ശേഷം കുറച്ചൊക്കെ രാഷ്ട്രീയത്തിൽ വരാൻ തുടങ്ങി. പക്ഷേ രാഷ്ട്രീയം നന്നായിട്ട് കണ്ടുപിടിച്ച ആളായിരുന്നു. കാരണം കുട്ടിക്കാലത്തെ യാത്രകളെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വെക്കേഷൻ ടൂറൊന്നും ആയിരുന്നില്ല. വെക്കേഷൻ മെയിനായിട്ട് അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക. അപ്പോൾ അച്ഛൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ യാത്രകളാണ്. അതുകൊണ്ട് പല സംഭവങ്ങളും നേരിട്ട് കാണാനും ഒക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞു. പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ തന്നെ വലിയ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രാസംഗികനായിരുന്നില്ല കോളേജിലൊന്നും ഒരു മൈക്കിൻ്റെ മുമ്പിലൊന്നും പ്രസംഗിച്ചിട്ടില്ല ഞാൻ. ഞാനൊരു സുപ്രഭാതത്തിൽ നല്ല നല്ല വെച്ചാൽ വിലയിരുത്തേണ്ട ഞാനല്ല, മറ്റുള്ളവർ പറയുന്നത് നല്ല പ്രാസംഗിക. പക്ഷേ ഞാനത് പെട്ടെന്ന് തന്നെ ഒരു യോഗത്തിൽ വന്ന് പ്രസംഗിച്ച് അങ്ങനെ പെട്ടെന്ന് ആളായി, പെട്ടെന്ന് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വന്ന ആളാണ് ഞാൻ. അന്ന് ഞാൻ താമസിച്ചിരുന്ന കോഴിക്കോട് 1-ാം നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ ക്യാമ്പിൻ്റെ സ്വാഗത സംഘം ചെയർമാനായിട്ടാണ് ഞാൻ ആദ്യം വരുന്നത്. ആ യോഗത്തിലാണ് ഞാൻ ആദ്യം പ്രസംഗിച്ചത്. അതുവരെ മൈക്കിൻ്റെ മുമ്പിൽ ഞാൻ പോയിട്ടുമില്ല, നിന്നിട്ടുമില്ല, പ്രസംഗിച്ചിട്ടുമില്ല. അപ്പോൾ ആ പ്രസംഗം മുതൽ ഇങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിലെ അതൊക്കെ ദൈവം കൈപിടിച്ച് നടത്തി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണല്ലോ. അപ്പോൾ നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് പ്രധാന ഘടകമാണ്. അത് നൽകുന്ന ദൈവമാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നമ്മൾ പ്രവർത്തിക്കണം. എല്ലാ ജോലിയും ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ താൻ ബാധി ദൈവം ബാധി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവണം. ഇപ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ട്, ഞാൻ സാധാരണ യോഗത്തിലൊക്കെ പ്രസംഗിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി പരീക്ഷ എഴുതുന്നു. കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നത് ആ കുട്ടിയുടെ പേപ്പർ വാല്യൂ ചെയ്യാനിരിക്കുന്ന അധ്യാപകൻ്റെ മാനസികാവസ്ഥയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ബാധി. ഒരുപക്ഷെ കുട്ടിയുടെ നല്ല കാലമാണെങ്കിൽ ഇനി എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കണ്ട അധ്യാപകൻ വിചാരിക്കുക കുട്ടി രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് മാർക്ക് ഇട്ട് കൊടുക്കും. ചില അധ്യാപകർ അന്നത്തെ മൂഡ് ശരിയാവില്ല. അപ്പോൾ അത് ദേഷ്യം മുഴുവൻ ചിലപ്പോൾ പേപ്പറിൽ കാണിക്കും. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ബാധി. അതേ സമയത്ത് പഠിച്ച് പരീക്ഷ എഴുതേണ്ട കുട്ടിയുടെ ചുമതലയാണ്. അല്ലാതെ മുമ്പ് ഒരിക്കൽ ഒരു ബോബനും മോളിയിലും ഒരു തമാശ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബോബനോടും മോളിയോടും ചോദിച്ചു എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ 52 മാർക്ക് കിട്ടുന്നു. എന്താ 52 മാർക്ക് വെച്ചു? 50 മാർക്ക് ദൈവത്തിൻ്റെ, ദൈവം ബാധി, തങ്ങളുടെ ബാധി 2 മാർക്ക്. അങ്ങനെയല്ല, ഇത് നമ്മളുടെ പ്രവൃത്തി വേണം, പക്ഷെ അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവണം. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രേക്ഷകർ എഴുതി ചോദിക്കുന്ന ഒരു കാര്യം, ഈ വിശ്വാസം കേൾക്കുന്നു, ആത്മീയ പ്രഭാഷണം ഇതെല്ലാം ഉണ്ട്, പക്ഷെ എന്തെങ്കിലും ഈ അതീതമായ പാരാനോർമൽ എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അത്തരം എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ അങ്ങയുടെ ജീവിതത്തിൽ? അല്ല, അതായത് ഞാൻ എൻ്റെ വളരെ കുട്ടിയായിരുന്ന സമയത്ത്, അന്ന് എൻ്റെ പിതാവ് MLA അല്ല, 1963 കാലത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വെക്കേഷൻ ടൂർ എന്നൊക്കെ പറയുന്ന അച്ഛനോടൊപ്പമുള്ള യാത്രകളാണ്. അപ്പോൾ അന്ന് ഈ കേരളലക്ഷ്മി മിൽസിലെ INTUC യൂണിയൻ്റെ മില്ല് ഗ്രൂപ്പുണ്ട്, കേരളലക്ഷ്മി. അത് മധുരയിലാണ് അവരുടെ, മധുരയിലെ ചെട്ടിയാർ ഫാമിലിയുടെയാണ് കേരളലക്ഷ്മി മിൽ.
ആ കേരള ലക്ഷ്മി മില്ലിലെ യൂണിയൻ പ്രസിഡൻ്റാണ്, INTUC യൂണിയൻ പ്രസിഡൻ്റാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ സാധാരണ യൂണിയൻ മീറ്റിംഗ് കൂടുന്നതിൽ മധുരയിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ അച്ഛൻ്റെ കൂടെ മധുരയ്ക്ക് പോകും. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ദർശനവും മധുര കോട്ടയും തിരുമല നായകൻ്റെ കോട്ടയും ഇതൊക്കെ കണ്ട് വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത്. ഒരു ദിവസം ഇങ്ങനെ ഒരു യോഗത്തിന് മധുരയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം കാലത്താണ് പോകാൻ തീരുമാനിച്ചത്. തലേ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അന്ന് 2-ലോ മറ്റോ പഠിക്കുന്നത്. വന്നപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു, അച്ഛന് പെട്ടെന്ന് മീറ്റിങ്ങിന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, അത് നാളത്തെ പ്രോഗ്രാം ഇല്ലാന്ന്. അപ്പോൾ സാധാരണ അങ്ങനെയൊക്കെ വരാറുണ്ട്, ക്യാൻസലേഷനൊക്കെ അച്ഛൻ്റെ പെട്ടെന്ന് വരും. അതൊന്നും അങ്ങനെ നമ്മളെ ബാധിക്കാറൊന്നുമില്ല. പക്ഷെ അന്ന് എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു പ്രയാസം. കുറച്ച് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വല്ലാതായിട്ട് പറഞ്ഞു, അമ്മ അച്ഛനെ എവിടെയെന്ന് ചോദിച്ചിട്ട് പൊട്ടിയൊരു കരച്ചിലാണ്. അതെന്താണ് അങ്ങനെ കരഞ്ഞത് എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ വല്ല എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിച്ചാൽ എൻ്റെ അമ്മ ശാസിക്കാറുണ്ട്. പക്ഷെ അന്ന് പതിവിന് വിപരീതമായിട്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലായത് അന്ന് ഈ കോൺഗ്രസ്സിൽ തന്നെ ഇന്നത്തെ പോലെ തന്നെ അന്നും രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയൊക്കെ കാലമാണ്. എൻ്റെ പിതാവ് അന്ന് CK കോയിനായരുടെ ഒരു ശക്തനായിട്ടുള്ള ന്യായിയായിരുന്നു. അതിൻ്റെ വിരുദ്ധ ഗ്രൂപ്പുകാർ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വൈരാഗ്യമുള്ള പാർട്ടിക്കകത്ത് തന്നെയുള്ളവർ അന്ന് തട്ടിൽ എസ്റ്റേറ്റിലെ, അതായത് ഒല്ലൂർ തട്ടിൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ അവിടെ മാനേജരായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പിതാവ് ഈ ചിത്രരചന പഠിക്കാൻ തൃശ്ശൂർക്ക് വരുന്നത്, ഈ തട്ടിൽ എസ്റ്റേറ്റിൽ. അങ്ങനെ അവിടുന്ന് യൂണിയൻ ലീഡറായി. അവിടുത്തെ ഒരു സൂപ്രണ്ടിനെ അവിടുത്തെ തൊഴിലാളികൾ ചേർന്ന് കൊല ചെയ്തു. അതിൽ INTUCയുടെ തൊഴിലാളി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ കൊലപാതകം INTUC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛനെയും കൂടെ കേസിൽ പ്രതിയാക്കി. അവരുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിനെ ഒന്ന് തൃശ്ശൂർ ടൗണിൽ കൂടെ ഒരു പോലീസിനെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് നടത്തിക്കണം. അപ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അറിവ് കിട്ടി, അദ്ദേഹം ഒളിവിൽ പോയി. ആ ദിവസമാണ് ഞാൻ ഈ വന്നിട്ട് അച്ഛൻ എവിടെയെന്ന് കരയുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വലിയ അത്ഭുതമായിരുന്നു. അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. ജാമ്യം എടുക്കാൻ വേണ്ടി അന്ന് അദ്ദേഹം മദിരാശിയിലാണ് ഒളിവിൽ താമസിക്കുന്നത്. ഒരു കാറെടുത്ത് വന്നെങ്കിലും കാറ് വഴിയിൽ തകരാറായി, എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തിട്ട് കോടതി പറഞ്ഞ് ഇത്രാം തീയതി ഹാജരാവണം, ഹാജരായില്ലെങ്കിൽ ജാമ്യം തള്ളി അകത്തേക്ക് ജയിലിലടയ്ക്കും. അപ്പോൾ ഈ റൂൾ അനുസരിച്ച് ഈ കോടതിയുടെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് വന്നാൽ മാത്രമേ, ആ ഡോറ് തുറന്നാൽ അകത്ത് കടന്നാൽ മാത്രമേ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, ഡോറിൻ്റെ അവിടെ വരെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജാമ്യാപേക്ഷയ്ക്ക് സ്ഥാനമില്ലല്ലോ, അറസ്റ്റ് നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോലീസാണെങ്കിൽ എല്ലായിടത്തും വല വിരിച്ചിരിക്കുക. അപ്പം അങ്ങനെ അദ്ദേഹം കാറിലെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഭാഗത്തും ആൾക്കാരെയൊക്കെ ഇരുത്തി നടുവിലൊരു തലയിൽ കെട്ടൊക്കെ കെട്ടിയിട്ട് അദ്ദേഹം അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. അവിടെ വന്ന് ഈ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും പോലീസുകാർക്ക് മനസ്സിലായി. പോലീസ് പിടിക്കാൻ വന്നപ്പോഴേക്കും പിന്നിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആരോ അദ്ദേഹത്തിന് അകത്തേക്കൊരു തള്ളു കൊടുത്ത് അദ്ദേഹം നേരെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ആണ് വീഴുന്നത്. അതുകൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു. അപ്പോൾ അവിടെയാണ് ഒരു ദൈവത്തിൻ്റെ കഴിവ്. ആരാണ് തള്ളിയതെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, അതൊക്കെ ദൈവികമായിട്ടുള്ള അനുഗ്രഹം. കാരണം ഞാൻ പറയാം, അല്ലെങ്കിൽ ആ ഡോറിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പാണെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നവരുടെ ഉദ്ദേശം നടക്കും. കേസ് പിന്നീട് ചിലപ്പോൾ വിടുമായിരിക്കും, കാരണം തെളിവൊന്നുമില്ല. ആ കേസ് പിന്നീട് വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ അവിടെയൊക്കെ അദ്ദേഹത്തിനെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യം അവിടെ പൂർത്തീകരിക്കാൻ കഴിയുമല്ലോ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് അന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതും പിന്നീട് അദ്ദേഹം നിരപരാധിയാണെന്ന് വന്നു. നിരപരാധിയാണെന്ന് വിധി വന്നതിൻ്റെ അടുത്ത മാസം അസംബ്ലി ഇലക്ഷൻ വന്നു. അദ്ദേഹം അങ്ങനെയാണ് മാളയിൽ ആദ്യം മത്സരിക്കുന്നത്. അതാണ് മാളയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം. അങ്ങനെ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ ഒരു കൊലയാളി എന്ന് വിളിച്ചിട്ടാണ് എതിർ പാർട്ടിക്കാർ പ്രചരണം നടത്തിയത്. പക്ഷേ അതിനെ മാളയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യം അവിടെ ജയിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെ അതാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞത്. മദിരാശിയിൽ നിന്ന് പോലീസിന് പിടികൊടുക്കാതെ ആദ്യത്തെ ദിവസം ഹാജരാവാൻ കഴിയാതിരിക്കുക, പിറ്റേ ദിവസം ഹാജരാവുക, പക്ഷേ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ചെന്ന് വീഴുക. ഇതൊക്കെ പറഞ്ഞാൽ ഇതിലൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരു ശതമാനം കുറവുണ്ടെങ്കിൽ
അന്ന് അത് പിന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറി. അപ്പൊ അങ്ങയുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേപോലെ ഏതെങ്കിലും അല്ല, എല്ലാ ആപത്തുകളിലും ദൈവസഹായം ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല ചില ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനകത്തുള്ള കേരള രാഷ്ട്രീയത്തിന് കിട്ടിയ വലിയൊരു മാറ്റം, അതുപോലെ അങ്ങയുടെ ജീവിതത്തിൽ വഴി തിരിച്ചു വിട്ട അല്ല, വഴി തിരിച്ചു വിടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒരു പ്രാസംഗികനല്ലാത്ത ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു മൈക്കിന്റെ മുമ്പിൽ ഒന്ന് പ്രസംഗിക്കാൻ കഴിയുന്നു. ആ പ്രസംഗം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ ഉയർച്ച ഉണ്ടാകുന്നു. അതിലേറെ ഇരട്ടി താഴ്ചകൾ ഉണ്ടാകുന്നു. ആ താഴ്ചയിൽ നിന്ന് എങ്ങനെയൊക്കെ കൂടെ പൊന്തി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട്. എനിക്ക് മറ്റൊരു ഓർമ്മ കൂടി എനിക്കുള്ളത്, ഈ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി അന്ന് ശ്രീ മിത്രൻ തിരുമേനിയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ. അന്ന് മൂകാംബിക ക്ഷേത്രം ഇതുപോലത്തെ വലിയ ഭക്തജനങ്ങളൊന്നുമില്ല, 75 മറ്റാണ്. അപ്പോൾ അന്നിങ്ങനെ പോകാൻ നേരത്തെ തിരുമേനി എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ മുരളീയനൊന്ന് മൂകാംബിയിൽ കൊണ്ട് തൊഴിയിക്കണം, നല്ലൊരു ഐശ്വര്യം ഉണ്ടാവും, മാത്രമല്ല അങ്ങയെ തന്നെ ഉപദേശിക്കുന്ന രീതിയിലേക്ക് പിന്നീട് അദ്ദേഹം മുരളിയെ മാറും എന്ന് തിരുമേനി പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ കളിയാക്കിയിട്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മൂകാംബിക അമ്പലത്തിലെ ദർശനം, അതിൽ മൂകാംബിയെന്ന് ആദ്യമായിട്ട് അവിടുത്തെ അടികൾ ഈ നമ്മുടെ അന്ന് ചെവിയിൽ ഓതിത്തന്ന മന്ത്രം ശ്രീകൃഷ്ണൻ്റെയാണ്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ്വ വിദ്യാമാശു പ്രയച്ചമേ, അതാണ് ചെവിയിൽ ആദ്യം ആ മന്ത്രം ഓതിത്തന്നത്. അത് പഠിച്ചോട് കൂടിയിട്ടാണ് ഈ ചേഞ്ച്. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലും തന്ത്രി അതായത് അടികയാണെന്നാണ് അവിടുത്തെ. അപ്പോൾ അടിക ചെവിയിൽ ഓതി തന്ന മന്ത്രം ശ്രീകൃഷ്ണ മന്ത്രമാണ്. പിന്നീട് ദേവി സ്തോത്രങ്ങളൊക്കെ പഠിപ്പിച്ചെങ്കിലും ഇതാണ് ആദ്യം ഉപദേശിച്ചു തന്ന മന്ത്രം. അപ്പോൾ അതിപ്പോഴും ഞാൻ ജപിക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ അതും ഒരു വഴിത്തിരിവായിരുന്നു. ഇത് പറയുമ്പോൾ അടുത്തൊരു സംഭവം വരുന്നത്, പലപ്പോഴും ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ അച്ഛനമ്മമാർക്ക് മക്കൾക്ക് ഈ വിശ്വാസം, ദൈവം തുടങ്ങിയ വിഷയങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് വലിയൊരു കൺഫ്യൂഷനാണ്. പഴയ രീതിയിലുള്ള രൂഢമൂലമായ വിശ്വാസവും ഇല്ല, അവർ മോഡേണുമായി എന്നാൽ വിശ്വാസവും ഉണ്ട്. അപ്പൊ അങ്ങ് ഒരു പിതാവെന്ന നിലയിൽ കൂടി എങ്ങനെയാണ്? ഞാൻ പറയാം, അതിലിപ്പോ ഈ പുരാണം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, ഉദാഹരണം പറഞ്ഞാൽ രാമായണത്തിലെ ശ്രീരാമൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ശ്രീരാമൻ്റെ ആ ജന്മത്തിൽ മനുഷ്യജന്മം എടുത്തിട്ട് മഹാവിഷ്ണു അവതരിച്ചതാണെങ്കിലും അതിൻ്റെ പല കണ്ടൻസും പരിശോധിച്ചാൽ ആധുനിക ജീവിതത്തിലും പ്രസക്തിയുണ്ട്. ഒരു പുത്രൻ്റെ കടമ എന്തായിരിക്കണം, പിതാവിൻ്റെ സത്യം പാലിക്കാൻ വേണ്ടി, അതിപ്പോൾ കാട്ടിലേക്കുള്ള യാത്ര എന്നുള്ള അന്നത്തെ കാലത്ത് കാട്ടിലേക്കുള്ള യാത്രയായിരിക്കും. ഇന്ന് പിതാവിൻ്റെ ഒരു സത്യം പാലിക്കാൻ വേണ്ടി പുത്രൻ അനുഷ്ഠിക്കേണ്ട ചുമതലകൾ, അതാണ് ഒരു സന്ദേശം. 2, ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം, അതായത് ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു ഭരണകർത്താവായിരിക്കണം. ഇപ്പോൾ സീതയെ ഉപേക്ഷിക്കാൻ കാരണം എന്താ? സീതയുടെ ചരിത്രത്തിലെ ഒരു ശതമാനം പോലും ശ്രീരാമന് സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ നാട്ടിലെ ഒരു പ്രജ, അത് പറയുമ്പോൾ ഒരു അലക്കുകാരനാണ്, പക്ഷേ ആ പ്രജ ഏത് സമുദായത്തിലുള്ള ആളാകട്ടെ, ആ പ്രജ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ ഭരണകർത്താവ് ബാധ്യസ്ഥനാണ്. അപ്പോൾ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം, അതിന് ഇപ്പോഴും നല്ല പ്രസക്തിയുണ്ടല്ലോ. ഇതുപോലുള്ള സന്ദേശങ്ങൾ, ഇതാണ് ഇതിഹാസങ്ങളെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയും ആധുനിക കാലഘട്ടത്തിനെയും കൂടിയിട്ട് ഒരു താരതമ്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും പുതിയ തലമുറക്കാർക്ക് വിശ്വാസം വരും. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, എത്രയൊക്കെ ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്രധാന ഘടകമാണ്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ അതായത് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ കുട്ടികളോട് പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് സന്ധ്യയ്ക്ക് പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടൊന്നും വരില്ല. അതേ സമയത്ത് ആ കുട്ടി ജനിച്ച് വളരുന്ന കാലഘട്ടത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അവിടെ ദൈവികമായിട്ടൊരു പരിജ്ഞാനം കുട്ടിക്ക് അന്ന് നൽകാൻ കഴിഞ്ഞാൽ എത്രയൊക്കെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകം മുന്നേറിയാലും ഒരു ഭക്തി ആ കുട്ടിയിലുണ്ടാവും. അത് പറയുമ്പോൾ ഒരു ചോദ്യം കൂടെ, ഇപ്പൊ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ സമുദായങ്ങൾക്കും താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മലബാർ മേഖലയിലും തിരുവിതാംകൂർ എല്ലാം സ്വാധീനവും ഒരുപോലെ ഞങ്ങളത് കണ്ടു, മീഡിയക്കാരനെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ നമ്മുടെ ന്യൂനപക്ഷ സമുദായങ്ങളിലെ പോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിനും എന്തെങ്കിലും ഒരു ആത്മീയ പഠനം, മദ്രസ പഠനം പോലെയോ സൺഡേ സ്കൂൾ അങ്ങനെ എന്തെങ്കിലും ഒരു പഠനം വേണമെന്നൊരു കാഴ്ചപ്പാട് എല്ലാ സമുദായത്തിന്റെയും മതപരമായിട്ടുള്ള കഴിവുകൾ, മതപരമായിട്ടുള്ള അറിവ് തലമുറയ്ക്ക് പ്രദാനം ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും സ്നേഹവും വിശ്വാസവുമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് പലരും ദുർവ്യാഖ്യാനം നടത്തുക.
ഇപ്പോൾ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശ്രീരാമൻ ഈ വനവാസത്തിന് മുമ്പ് ലക്ഷ്മണനുമായിട്ട് വനവാസത്തിന് പോകുമ്പോൾ സുമിത്ര ലക്ഷ്മണൻ്റെ അമ്മ ലക്ഷ്മണൻ ഉപദേശിക്കുന്നുണ്ട്, ശ്രീരാമൻ എവിടെയാണോ അവിടെയാണ് അയോധ്യ. അദ്ദേഹത്തിന് രാമൻ്റെ അച്ഛനായി കാണണം, സീതയെ അമ്മയെ കാണണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കാണ് ഏറ്റവും പ്രധാനം. ശ്രീരാമൻ എവിടെയുണ്ട് അവിടെയാണ് അയോധ്യ. ഇപ്പോൾ മറ്റേ അമ്പലവും പള്ളിയും തർക്കത്തിൽ വരുമ്പോൾ രാമായണം ശരിക്കും പാരായണം ചെയ്തതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ആളാണെങ്കിൽ ദൈവം ഇന്ന പോയിന്റിൽ മാത്രമല്ല, എല്ലായിടത്തും സർവ്വവ്യാപിയാണ്. അപ്പോൾ അതുപോലത്തെ തത്വങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശാല കാഴ്ചപ്പാടുണ്ടാവും. അപ്പം മറ്റ് മതങ്ങളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കാം. ഇപ്പം എൻ്റെ പിതാവ് ഭരണകർത്താവ് എന്നുള്ള നിലയിൽ എല്ലാ സമുദായക്കാർക്കും അംഗീകരിച്ച ആളായിരുന്നു. ഒരേപോലെ പറയുമ്പോൾ അദ്ദേഹം വളരെ ഈ പറഞ്ഞ പോലെ വളരെ ഇതായിട്ടുള്ള ദൈവവിശ്വാസിയായിരുന്നു. മലയാള മാസം 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ ഗുരുവായൂർ പോവും, കറകളഞ്ഞ ഗുരുവായൂർ ഭക്തനായിരുന്നു. അതേ കെ കരുണാകരനെ തന്നെ ന്യൂനപക്ഷങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അവരുടെ വികാരങ്ങളെ അദ്ദേഹം മാനിച്ചിരുന്നു. ഒരു വിഭാഗത്തിനെ മുറിവേൽപ്പിക്കാതെ തന്നെ ഒരു ഗാന്ധിയൻ വഴി ഒരു സ്നേഹത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നിലയ്ക്കൽ മുമ്പ് ഒരിക്കൽ പള്ളി വെച്ച് ഋഷിയുണ്ടായി. അന്നൊക്കെ മലയാള മാസം 1-ാം തീയതി ഞങ്ങൾ തൊഴുകാൻ ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരെ വന്ന സംഭവങ്ങളുണ്ടായി. പക്ഷെ അധികം കുലുങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, ഒരിടത്തൊരു പള്ളി വെച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു ഹിന്ദു മതവിശ്വാസിയുടെയും വിശ്വാസം നശിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു അമ്പലം തകർത്താലോ പള്ളി തകർത്താലോ ആരുടെയും വിശ്വാസം നശിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനോഭാവം ശരിക്കും മതഗ്രന്ഥങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കിയാൽ അവർക്കൊരിക്കലും മറ്റുള്ളവരെ നിന്ദിക്കാൻ തോന്നില്ല. ഒരു മതവും മറ്റു മതം മോശമെന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ എല്ലാം ഞാൻ ഈ ഒരു മുസ്ലിം പള്ളിയിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു, ഒരു സാംസ്കാരിക സമ്മേളനം. അപ്പോൾ അതിലൊരു ഇസ്ലാം മത പണ്ഡിതൻ പ്രസംഗിച്ചത് ഒരു വാചകം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ഹിന്ദു പുരാണങ്ങളിൽ തന്നെ ഒരു പ്രവാചകൻ ഭാവിയിൽ ഉണ്ടാകും, ആ പ്രവാചകൻ ഇടത്തോട്ട് മുണ്ടെടുത്ത ആളായിരിക്കും, മാംസം ഭുജിക്കുന്ന ആളായിരിക്കും എന്ന് ഹിന്ദു പുരാണങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശബരിമല ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ സെൻറ്റ് സെബാസ്റ്റ്യനോസിൻ്റെ പള്ളിയിൽ മലയ്ക്ക് പോയിട്ട് വരുന്ന ഒരു മാല, ആർത്തുങ്കൽ പള്ളിയിൽ മാല, അതായത് മുസ്ലിം പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ സന്ദേശം എന്താ? അപ്പോൾ അതിലൊക്കെ പറയുന്നത് എല്ലാ മതങ്ങളുടെയും കണ്ടൻസ് ഒന്നാണ്, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും മറ്റൊരു മതത്തിന്, ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് ജനിച്ച കുഞ്ഞുങ്ങളെ വരെ മതത്തിൻ്റെ പേരിൽ കൊല്ലുക. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ചെയ്യുന്നത് ഇപ്പം തന്നെ ചിലർ വിശ്വാസികളല്ല എന്ന് പറഞ്ഞിട്ട് ചിലരെ തലയർത്ത് കൊല്ലുക. ഇതൊന്നും ഒരു ദൈവവും പറഞ്ഞിട്ടുള്ളതല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ സാത്താൻ്റെ പ്രവൃത്തികളാണ്. ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ചിലരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മതഗ്രന്ഥങ്ങളിലെ നല്ല വശങ്ങളൊക്കെ മതഗ്രന്ഥങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, അത് പഠിപ്പിക്കുന്ന ആളൊരു പ്രധാന ഘടകമാണ്. പഠിപ്പിക്കുന്ന രീതിയും പ്രധാനമാണ്. കാരണം ആ പഠിപ്പിക്കുന്ന ആൾക്ക് അതേ മനോഭാവം ഉണ്ടാവണം. ഇത് ഈ മതഗ്രന്ഥം സത്യസന്ധമായിട്ട് തൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, അവർ നാളെ നല്ലൊരു വിശ്വാസിയായിട്ട് വരണം എന്നുള്ള മനോഭാവം ഉണ്ടാവും. അല്ലാതെ അവരിലും തന്നെ ഈ വിഷം കുത്തിവയ്ക്കാൻ പാടില്ല. ഞങ്ങളെല്ലാം യേശുദാസിന്റെ ഗുരുവായൂർ പ്രവേശനം ശക്തമായി അനുകൂലിച്ചവരും വേണ്ടി ക്യാമ്പയിൻ ചെയ്തവരുമാണ്. ഒരുപാട് പേർക്ക് അവിടെ ഈ ആചാര സമൂഹത്തിന് യോജിപ്പാണ്. പക്ഷെ പലപ്പോഴും ഈ ആചാര സമൂഹത്തെയും പൊതുസമൂഹത്തെയും രാഷ്ട്രീയത്തിനെയും സമന്വയിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വില്ല് ഇത്തരം കാര്യങ്ങൾക്ക് വരാറില്ല എന്നും യേശുദാസ്, ഇത് വളരെ കാലമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. നമ്മളെക്കാൾ എല്ലാം വലിയ ഭക്തരാണ് യേശുദാസ്. എല്ലാ മതങ്ങളുടെയും യേശുദാസിനെ പോലെ ഒരു വ്യക്തി, അത് നമ്മുടെ ഒരു ദൗർബല്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത്. കാരണം ഇപ്പോൾ ഹിന്ദു മതത്തിൽ തന്നെ പറയുന്നത് ഒരു ജാതിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആ ജാതിക്കാരനായി മാറുന്നില്ല. ഇപ്പോൾ ബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട് മാത്രം ബ്രാഹ്മണ്യം ലഭിക്കണം എന്നില്ല. ചില പ്രവൃത്തി ചണ്ടാളിൻ്റെതാണെങ്കിൽ ചണ്ടാളനായിട്ട് മാറും. അത് പുരാണത്തിൽ തന്നെ ചണ്ടാളനായിട്ടുള്ള വാത്മീകിയല്ലേ പിന്നീട് ഒരു വലിയൊരു മഹാനായിട്ട് ഗുരുവായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മഹർഷികൾ പോലും അവർ ജനിച്ച സമുദായം പിന്നീട് അവർ വളർന്ന അന്തരീക്ഷമൊക്കെ വ്യത്യാസം. അതുകൊണ്ട് വ്യാസനും എല്ലാവരും അതെ മുഖ്യ സമൂഹത്തിൽ ജനിച്ചു. അതാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ശരിക്കും അർത്ഥം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല. മാത്രമല്ല ഇപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് മാത്രം ഗുരുവായൂർ കയറി തൊഴുത് കഴിഞ്ഞാൽ അത് തെറ്റല്ല, അതേസമയത്ത് യേശുദാസ് കയറിയാൽ തെറ്റ, ആ രീതിയിലോടൊന്നും യോജിപ്പില്ല. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു വിശ്വാസത്തിനെ ഹനിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് കണ്ടാൽ നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഭയത്താൽ പലതും പറയുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ വിശ്വാസി എന്നും അവിശ്വാസി എന്നുമാണ് രണ്ടായിട്ട് തിരിക്കേണ്ടത്. വിശ്വാസികളെ എല്ലാ സ്ഥലത്തും പ്രവേശിപ്പിക്കണം.
അവിശ്വാസികൾ പിന്നെ പ്രവേശിക്കേണ്ട കാര്യമില്ലല്ലോ. ആവശ്യമില്ല. ആ രീതിയിൽ നമ്മുടെ സമയം അങ്ങയുടെ ഇന്ന് അദ്ദേഹത്തിന് വളരെ തിരക്കുള്ള സമയമാണ്. അദ്ദേഹത്തിന് ആ സമയം അനുസരിച്ച് സന്തോഷമുണ്ട്. അങ്ങനെ അവസാനം ഈ ദൈവം എന്നൊരു വിഷയത്തിൽ അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുള്ള ഒരു ആശയമോ മറ്റോ ഞങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക്. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദൈവവിശ്വാസിയാണെന്ന് പറയുന്നതിൽ മടി വിചാരിക്കേണ്ട കാര്യമില്ല. ചിലർക്കൊരു ധാരണയുണ്ട്, ഒരു മോഡേൺ ആവണമെങ്കിൽ പുരോഗമനമല്ല, ദൈവവിശ്വാസിയാണെന്ന് പറയുന്നത് പുരോഗമനമല്ല എന്നുള്ള ചിന്താഗതി ശരിയല്ല. എന്താണ് അവനവൻ്റെ മനസ്സിലുള്ളത് അത് തുറന്നു പറയാൻ നമുക്ക് കഴിയണം. വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ല, വിശ്വാസമുണ്ടോ ഉണ്ട്, ഇങ്ങനെയൊരു കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനും ദൈവവിശ്വാസം എന്നുള്ളത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. സുഹൃത്തുക്കൾ പക്ഷേ കേൾക്കേണ്ട ഒരു തീർച്ചയായും അത് നമുക്കുള്ള വിശ്വാസങ്ങൾ പറയുന്നതിന് എന്താ വിരോധം? കാരണം ഇപ്പൊ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീനെയും അതായത് ഭൗതിക വിശ്വാസി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാണുന്നതിൽ എത്രയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല സത്യങ്ങളും ഇല്ലേ സമൂഹത്തിൽ? നമ്മൾ കാണുന്ന മാത്രമാണോ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? പലപ്പോഴും ഏതോ ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെയൊക്കെ നിയന്ത്രിക്കേണ്ട ശക്തിയുണ്ട്. ആ ശക്തിനെയാണ് നമ്മൾ ദൈവമായിട്ട് കണക്കാക്കുന്നത്. അതിനെ പല രൂപത്തിൽ കാണുന്നു, അത്രയും വ്യത്യാസമാണ്. അതുകൊണ്ടൊരു ദൈവവിശ്വാസി എന്ന് പറയുന്നതിൽ ഒരിക്കലും ഒരു അഭിമാനക്കുറവിൻ്റെയും ആവശ്യമില്ല. ദൈവവിശ്വാസിയാണെന്ന് പറയുന്നതിന് മടി കാട്ടേണ്ടതില്ല. ഗുരുവായൂരപ്പൻ്റെ വിശ്വാസവും ഈശ്വര വിശ്വാസവും സർവ്വമത വിശ്വാസവും ഒക്കെ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവവിശ്വാസം എന്ന ആശയത്തെ മതേതരത്വമായി കൂട്ടിയിണക്കാം എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് ശ്രീ കെ മുരളീധരൻ ശക്തമായൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വളരെയധികം നന്ദി.